ഹായ് ഹലോ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ സുഫൈറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ 23ാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ ഞാനിന്ന് എണ്ണക്കടിയായിട്ട് ഉണ്ടാക്കണം. ഇവിടെ എന്താണെന്നറിയോ, പിന്നെ ബിസ്ക്കറ്റ് പൊടിയായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാക്കണം പഞ്ചസാരയും ഉപ്പും പിന്നെ കടലമാവും മൈദയും പിന്നെ അപ്പോൾ സോഡയൊക്കെ ഇട്ടുകൊണ്ട് എന്താക്കി നമ്മൾ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് സ്മൂത്തൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ മുട്ടയും പഞ്ചസാരയും മൈദയും പിന്നെ അപ്പോൾ സോഡയും ഉപ്പും പിന്നെ കടലമാവും അങ്ങനെ എല്ലാം കൂടെ ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമ്മൾ എന്താക്കുക, കുറച്ച് വെള്ളം അങ്ങനെ ഒഴിച്ചുകൊണ്ട് എന്താക്കുക, ഒന്ന് നല്ലോണം കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല ലൂസാകാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. പിന്നെ നല്ലോണമായിട്ട് പിന്നെ വീണ്ടും കുഴച്ചെടുക്കണം. പിന്നെ നല്ല വെള്ളം ഇറാതെ നോക്കണം കേട്ടോ. അതുപോലെ ഒന്ന് കിട്ടണം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ കുറച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെക്കണം കേട്ടോ. പിന്നെ കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം ഞാൻ എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എണ്ണ ചൂടായി കണ്ടതൊക്കെ നമ്മൾ ബിസ്ക്കറ്റ് എടുത്തുകൊണ്ട് മാവിൽ മുക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് അങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യപ്പത്തിൻ്റെ ഒക്കെ മാതിരി തോന്നിട്ടത്. അപ്പോൾ ഇത് നല്ല രസമായിട്ട് കഴിക്കാൻ ഇത് ഫുള്ളായിട്ട് ഞാൻ അവിടെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിന്ന് മന്തി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു മന്തി ഉണ്ടാക്കിയിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ തവണയാണ് കേട്ടോ മന്തി ഉണ്ടാക്കണത്. അപ്പോൾ 1 കിലോനാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ ഇതാക്കണേ മന്തിൻ്റെ ഇത് നമ്മൾക്ക് വെള്ളത്തിലിടണം കേട്ടോ അരി. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പൊട്ടിച്ചിട്ട് ഇടുക കേട്ടോ. പിന്നെ നല്ല അരി കേട്ടത് കിട്ടിയത് പ്രാവശ്യം. ഇതിൻ്റെ മുന്നേ നമുക്ക് വേറൊരു അരിയായിരുന്നു കേട്ടോ. ഇത് നല്ലൊരു പാക്കറ്റിൽ അരിയാണ് കേട്ടോ. അത് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാക്കണം ഞാനങ്ങനെ അത് വെള്ളത്തിലിട്ടു കേട്ടോ. പിന്നെ ഞാൻ ഇതാക്കണതേക്ക് 2 ഉള്ളി എടുത്തേക്കണം കേട്ടോ. ചെറിയ ഉള്ളിയായിരുന്നു. അപ്പോൾ അത് അരിഞ്ഞാണ്ട് നമ്മൾ പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചങ്ങാണ്ട് എന്തിട്ട് ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാക്കാൻ 2 ഉള്ളി ഉള്ളൂ കേട്ടോ. കറക്റ്റ് 2 ഉള്ളി ഉള്ളൂ. പിന്നെ ഞാൻ ഒരു ക്യാപ്സിക്കനും എടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്യാപ്സിക്കനും ഉള്ളിയും വാടി വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അതിലേക്ക് 2 തക്കാളി അരച്ചത് ചേർത്ത് കൊടുത്തു. പിന്നെ മാഗിൻ്റെ ഒരു ക്യൂബും ഉണ്ടായിരുന്നു. ഈ പാക്കറ്റിലുള്ളതാട്ടത്. ഒരു തക്കാളി ഞാൻ ഉള്ളി അരച്ച് കൂട്ടിയതാണ്, ക്യാപ്സിക്കനും ഇട്ടതാണ്. പിന്നെ മാഗിൻ്റെ ഒരു മാഗി ക്യൂബ് ഒന്നിട്ട് കൊടുത്തേക്കണ്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ നമ്മൾ മന്തിൻ്റെ മസാല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കരിവേപ്പിൻ്റെ ഇലയും അതും അരിഞ്ഞാണ്ട് ഇട്ട് കൊടുത്തേക്കണം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് അതും ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ അതിലൊരു ഓയിൽ കിട്ടും, അത് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ തക്കാളി സോസ് ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞി പാക്കറ്റ്, അതും ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അങ്ങനെ അതവിടെ റെഡി ആക്കണം കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചു. പിന്നെ നമുക്ക് കോഴി പൊരിച്ചിട്ടാണ് ഞാൻ വെക്കണം കേട്ടോ. പിന്നെ കോഴി പൊരിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാഗിൻ്റെ ക്യൂബ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഞാൻ സാധാരണ നമ്മൾ കോഴി പൊരിക്കൂലേ അതുപോലെ തന്നെയാണ് പൊരിച്ചെടുത്തേക്കണം കേട്ടോ. വേറെ ഒന്നും എക്സ്ട്രാ അതിൽ ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ അവിടെ അങ്ങനെ കോഴി പൊരിച്ചെടുത്തേക്കണം കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് നമ്മളെ അരി വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ടാണ് ഞാൻ വെച്ചത്. അതായത് അതിന് ഊറ്റി മാറ്റി വെച്ചേക്കണം കേട്ടോ, വെള്ളം ഒന്ന് ചോരാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു കുടുക്ക വെച്ചേക്കണം, അതിൽ കുറച്ച് വെള്ളം വെച്ചേക്കണം. അപ്പോൾ ഒരു ഉണക്ക നാരങ്ങ, പിന്നെ പച്ചനാരങ്ങ ഒരു അരമുറി ഇട്ട് കൊടുത്തേക്കണം. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം. ഏലക്കായ് പട്ട കറാമ്പ് ഇതൊക്കെ ഇട്ട് കൊടുത്തേക്കണം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തേക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വെള്ളം തിളക്കുമ്പോൾ നമ്മൾ ഉണക്ക നാരങ്ങ ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ വെള്ളം തിളക്കുമ്പോൾ നമ്മൾ പിന്നെ അരി ഇട്ട് കൊടുക്കുക. പിന്നെ മുക്കാൽ കുക്ക് എന്നൊക്കെ പറയുന്ന മാതിരി നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ 1/4 ഭാഗം ആക്കിയിരിക്കണം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളത് വേറെ ഓട്ടപാത്രത്തേക്ക് കോരിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പൊരിച്ച കോഴിൻ്റെ ആ ഒരു മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ, ചോറിലും പിന്നെ നമ്മളെ മസാലയിലൊക്കെ കേട്ടോ. പിന്നെ ഞാനിത് പാലിലാണ് കളർ ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ചുവപ്പ് കളറാണ് കേട്ടോ. 2 ഗ്ലാസ്സിലും പാൽ ഒഴിച്ചുകൊണ്ട് കുറച്ച് 1/4 ഭാഗം പാൽ ഒഴിച്ചുകൊണ്ട് അതിലാണ് കേട്ടോ ഇത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാ നമ്മൾ ഇനി ചോറ് അതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ കളർ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് ഉണ്ടാക്കാൻ പെട്ടെന്നാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ. അപ്പോൾ ഇതേ മറ്റേ ലെയറും കൂടി ചോറിട്ട് കൊടുത്തിട്ട് നമ്മൾ പിന്നെ എന്താക്കി നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ ഒരു പാക്കറ്റ് ഓയിൽ ഉണ്ടായിരുന്നു, അത് ഞാൻ അതിൻ്റെ മേലെ ഇട്ട് ഒഴിച്ച് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ എല്ലാവരും ചെയ്യുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചെയ്തേക്കണേ. പിന്നെ എന്ന് പറഞ്ഞാൽ ഒരു 4 പച്ചമുളകും അതിൻ്റെ മേലെ അങ്ങനെ കുത്തി വെച്ച് കൊടുത്തിട്ടോ. എന്നിട്ട് നമ്മളൊരു 30 മിനിറ്റ് ഞാൻ കുക്കാകാൻ വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇടയിലൊരു ചട്ടി വെച്ചു, പിന്നെ അതിൻ്റെ മേലെ അതും വെച്ചിട്ട് അങ്ങനെ ആക്കിയിട്ട് പിന്നെ അത് നമ്മൾ നോമ്പ് തുറക്കാനുള്ള സമയമായി. അങ്ങനെ നോമ്പൊക്കെ തുറന്ന് പിന്നെ എല്ലാം റാത്തായി. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ പോയിട്ടൊന്ന് കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ എനിക്ക് എന്തോ പറ്റിയെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കടന്നിട്ടുള്ളൂ, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോയി. അങ്ങനെ പാത്രമൊന്നും കഴുകിയിട്ടില്ലായിരുന്നു, കാരണം പാത്രമൊക്കെ വരെ ഒപ്പിച്ച് മക്കളും തന്നെ ഇരുന്ന് കഴുകിട്ടോ. പിന്നെ ഇത് നമ്മൾ ഉള്ളിയൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, ഒക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ.
അപ്പോൾ അത് ഉപ്പിമാക്കൊണ്ട് തന്നെ അതുപോലെ ഉണ്ടാക്കിട്ടോ. അങ്ങനെ ഓരെന്തൊക്കെ കട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം കേട്ടോ. ഞാൻ എണീറ്റ് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി എനിക്കില്ലായിരുന്നു കേട്ടോ. പാത്രം കഴുകാനോ ഒന്നിനും ഇല്ലായിരുന്നു കേട്ടോ. എന്ത് നോമ്പൊക്കെ നോറ്റിട്ടപ്പോൾ ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ലാസ്റ്റ് എത്തിയതുകൊണ്ടാണ് തോന്നണം കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു 9:30 മണിയായപ്പോൾ ഞാൻ എണീറ്റു കേട്ടോ. എണീറ്റ് വന്നപ്പോൾ എന്തിനാണ് എണീറ്റെന്ന് ചോദിച്ചിരുന്നു. പാത്രം കഴുകാണ്ടല്ലോ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾ കഴുകി വെച്ചെന്നാണ് കേട്ടോ. അങ്ങനെ തന്നെ ചോറുന്നാന്ന് പറഞ്ഞു. അങ്ങനെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോൾ എനിക്കൊരു മനസ്സിലൊരു ബേജാറുണ്ടായിരുന്നത് എന്തെങ്കിലും ആവുമോ എന്നുള്ളത് കേട്ടോ. അങ്ങനെ നോക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ മുന്നേ മന്തി വെച്ചില്ല, അത് കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, ഇറച്ചി പൊരിക്കാത്തതുകൊണ്ട്. പിന്നെ ചോറിന് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. കുറച്ചൊരു മണത്തിനൊക്കെ കുറവുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കുറച്ച് എനിക്ക് ആഡ് ചെയ്യാമായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇത് വെച്ചപ്പോൾ ഞാൻ നല്ല എല്ലാ കാര്യങ്ങളും ഞാൻ എല്ലാം ഇട്ട് കൊടുത്തിരിക്കണം കേട്ടോ. നമ്മളൊക്കെ ആയിട്ട് പൊടിക്കൈകൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്ത് കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടാൽ തന്നെ അറിയാം, ഒന്നുമ്പോൾ ചോറ് ഒട്ടിയിട്ടില്ല, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഇവിടെ പിന്നെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് മുന്നിലേക്ക് വെച്ച് കൊടുത്തപ്പോൾ തന്നെ വേഗം വായിൽക്കിട്ടിട്ട് കാക്ക വായിൽക്കിട്ടിട്ടാണ് അടിപൊളി എന്നിട്ട്. അങ്ങനെ രണ്ടാമത്തെ മോൻ പറഞ്ഞു അവനക്ക് ഭയങ്കര ഇഷ്ടമായിട്ടത്. ഓനും പറഞ്ഞു അടിപൊളിയായിട്ട്. പിന്നെ അടുത്തത് മൂത്താളും ചെറിയ ആളും ഒക്കെ. പിന്നെ ഞാൻ മൂത്താളോട് വേഗം എൻ്റെ വായിൽ വെച്ചോണ്ടായിരുന്നു കേട്ടോ. അതിന് എൻ്റെ വായിൽ വേഗം വെച്ച് തന്നിട്ട് ഓന് അതിന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിന്നപ്പോൾ അടിപൊളി എന്നിട്ട് എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, ഞാൻ തന്നെയാണ് അത് വെച്ചത് എന്നുള്ളത്. ഞാൻ എന്നെ തന്നെ പൊക്കി പറയില്ല, അത്രയ്ക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും ഞങ്ങളൊക്കെ ചോറുന്ന് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്താക്കുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.